ഹരേ കൃഷ്ണ. നന്ദനം ഹീലിംഗ് ലൈഫ് ടാരോയിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലൊരു ദിവസം ആവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ കാണുന്ന കാഴ്ചകൾ മുഴുവൻ സന്തോഷമുള്ളതാവട്ടെ. കേൾക്കുന്ന വാർത്തകൾ മുഴുവൻ നിങ്ങൾക്ക് സന്തോഷം തരുന്നതാവട്ടെ. നമ്മുടെ വീഡിയോയിലേക്ക് പോകും മുമ്പ് എന്നും പറയാറുള്ള ഡിസ്ക്ലെയിമർ: ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. ഈ വീഡിയോ നിങ്ങളുടെ ഒരു എന്റർടൈൻമെന്റ് പർപ്പസിന് വേണ്ടി മാത്രം എടുക്കുക. നല്ല അറിവ് കിട്ടുന്നെങ്കിൽ അത് ഗൈഡൻസ് ആയിട്ട് എടുക്കുക. നിങ്ങളുമായിട്ട് കണക്റ്റഡ് അല്ലാത്ത കാര്യം ഫോഴ്സ്ഫുൾ ചെയ്ത് നിങ്ങൾ ലൈഫിൽ കണക്ട് ചെയ്ത് വെക്കാൻ ശ്രമിക്കരുത്. എപ്പോഴാണോ നിങ്ങളുടെ വീഡിയോ അല്ല എന്ന് തോന്നുന്നത് ആ നിമിഷം മുതൽ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്തോളൂ. അപ്പോൾ നമുക്ക് സ്പ്രെഡിലേക്ക് പോവാം. മൂന്ന് സെഷൻ ഉള്ള ഒരു വീഡിയോ ആയിട്ടാണ് എനിക്കിപ്പോൾ ഇവിടെ പറയാനുള്ളത്. ആദ്യം നിങ്ങളുടെ, പിന്നെ നിങ്ങളുടെ വ്യക്തിയുടെ, പിന്നെ നിങ്ങൾ ആരെയാണോ വേണ്ടാന്ന് വിചാരിക്കുന്നത് അവരെ. ഞാൻ ആ ഒരു പർട്ടിക്കുലർ വേർഡ് പറയാൻ ഉദ്ദേശിക്കുന്നില്ല, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇന്നലെ പറഞ്ഞതിന്റെ ഒരു കണ്ടിന്യൂവേഷൻ പോലെ തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഒരു വീഴ്ച നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ട്. നിങ്ങൾ നല്ലൊരു ഹൈപ്പ് കൊടുത്ത ഒരു റിലേഷൻഷിപ്പ് ആയിരുന്നു ഇത്. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് അതെല്ലാം ഈ ഒരു സാഹചര്യത്തിൽ നിന്നായിരിക്കും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവുക. സന്തോഷം, സമാധാനം, എന്തൊക്കെയാണോ എല്ലാം കൂടെ ഒരു കോംബോ ഓഫർ എന്ന് പറഞ്ഞ പോലെ ആ ഒരു നിങ്ങൾ ചിലപ്പോ ജീവിക്കാൻ തുടങ്ങി എന്നൊക്കെ തോന്നിയത് ഈ ഒരു റിലേഷൻഷിപ്പിൽ വന്നതിന് ശേഷമായിരുന്നിരിക്കും. അങ്ങനെ ആയതുകൊണ്ടാണ് ഇങ്ങനൊരു വീഴ്ച വന്നപ്പോ ആ വീഴ്ചയ്ക്ക് ഏറ്റവും കൂടുതൽ ആഘാതം ഉണ്ടായത്. ഓക്കെ, അപ്പോ യൂണിവേഴ്സ് നിങ്ങളോട് പറയാണ്, വീണു ഇനി അവിടെ നിന്ന് പടപൊരുതാനായിട്ട് ശ്രമിക്കണം എന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. ചീറ്റിംഗ് കാർഡ് തന്നെയാണ് വന്നിരിക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ പറഞ്ഞുവല്ലോ, കൂടെ നിൽക്കുന്നവരെയാണ് ഏറ്റവും കൂടുതലായിട്ട് പേടിക്കേണ്ടത്. നിങ്ങളെ വിട്ടിട്ട് പോയ ശത്രു, അല്ലെങ്കിൽ എന്താ പറയാ, ബാഹുബലിനെ കോട്ട് ചെയ്തിട്ട് പറയുകയാണെങ്കിൽ വേറെ ആരെങ്കിലും ബാഹുബലിനെ കുത്തിയാൽ നമുക്ക് ഇത്രയും ഇതുണ്ടാവില്ല. കട്ടപ്പ കുത്തിയത് കൊണ്ടാണ് നമുക്ക് അത്രയും ആ ഒരു കഥയ്ക്ക് അത്രയും ഡെപ്ത് വന്നതും ആ ഒരു ഫീലിംഗ് വന്നതും അല്ലെ. അതായത് പൽവാർ ദേവൻ കൂടെ എന്തെങ്കിലും ചെയ്ത അതൊരു വിഷയമായിട്ട് മാറില്ല. പക്ഷെ കട്ടപ്പയാണ് ബാഹുബലിനെ കുത്തിയത്. ഞാനിപ്പോ എന്തൊക്കെ ഈ ബാഹുബലിയും കട്ടപ്പയൊക്കെ പറയണമെന്ന് വിചാരിക്കണ്ട. നിങ്ങൾക്ക് പണി തന്നതും അങ്ങനെയുള്ള ആളുകളാണ്. ചീറ്റിംഗ് തന്നത്, നിങ്ങളെ ചീറ്റ് ചെയ്തത് അങ്ങനെയുള്ള ആളുകളാണ്. തോളിലിരുന്ന് ചെയ്തുന്നത് കൊണ്ടാണ്. ഓക്കെ, കൂടെ നടന്ന് നമ്മുടെ എല്ലാ കാര്യങ്ങളും കാർവ് ചെയ്ത് എടുത്തെടുത്ത് അത് മൊത്തം അവര് നിങ്ങൾക്ക് എതിരായുള്ള ആയുധമായിട്ട് തിരിച്ച് പ്രയോഗിച്ചിരിക്കുകയാണ്. പക്ഷെ നീതി നിങ്ങൾക്കൊപ്പമാണ്, ന്യായം നിങ്ങൾക്കൊപ്പമാണ്. അതുകൊണ്ട് ദൈവവും നിങ്ങൾക്കൊപ്പം തന്നെയാണ്. അത് നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ട് നിങ്ങൾ വീണ് കിടക്കരുത് എന്നാണ് യൂണിവേഴ്സ് ആഗ്രഹിക്കുന്നത്. ഇപ്പൊ ഞാൻ കുറച്ചു മുമ്പ് കിച്ചണിൽ നിൽക്കുന്ന സമയത്ത് ഞാൻ ആലോചിച്ചൊരു കാര്യമുണ്ട്. ഞാൻ എങ്ങനെ ടാരോയിലേക്ക് എത്തി, അല്ലെങ്കിൽ ഒരു ലൈഫ് കോച്ചിങ്ങിലേക്ക് ഞാൻ എങ്ങനെ എത്തി? എന്നെ യൂണിവേഴ്സ് എത്തിച്ചതാണ്. ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ എന്തിനായിരുന്നു എന്നെ ടീച്ചിങ് പ്രൊഫഷനിലേക്ക് വിട്ടതും ഞാൻ എൻ്റെ ടീച്ചിങ് കോഴ്സ് പഠിച്ചതൊക്കെ എന്ന് ഞാൻ ആലോചിക്കുമ്പോൾ, ഈ ഒരു മേഖലയിൽ ഞാനിപ്പോ നിങ്ങളോട് ഇങ്ങനെ ഇരുന്ന് സംസാരിക്കണമെങ്കിൽ ഞാൻ സ്കൂളിൽ പോയേ പറ്റുള്ളൂ. സ്കൂളിൽ നിന്നുണ്ടായ ആ ഒരു സാഹചര്യം, ആ ഒന്ന് റെസിഗ്നേഷൻ ഉണ്ടാവേണ്ട സാഹചര്യം, പിന്നെ എനിക്കുണ്ടായ ലൈഫിലുണ്ടായ ആ ഒരു വലിയൊരു ബ്ലാസ്റ്റിംഗ്, ഇതെല്ലാം സംഭവിച്ചത് കൊണ്ടാണ് ഞാൻ ടാരോയിലേക്ക് എത്തിയതും ഞാനിപ്പോ ഏൺ ചെയ്യാൻ, സ്കൂളിൽ നിന്ന് കിട്ടുന്ന ശമ്പളത്തെക്കാളും ഏൺ ചെയ്യാൻ സാധിച്ചതും എനിക്ക് ഈ ഒരു വഴിയിൽ എത്തിയത് കൊണ്ടാണ്. ഞാൻ 2022 ഗോളിൽ എഴുതിയിട്ടുണ്ടായിരുന്നു, പെർ ഡേ 5000 റുപ്പീസ് എന്നുള്ളത് എൻ്റെ ഒരു ഗോളായിരുന്നു. പക്ഷെ ഞാൻ ഒരിക്കലും സ്കൂൾ ടീച്ചർ ആയിരുന്നെങ്കിൽ പെർ ഡേ എനിക്ക് 5000 റുപ്പീസ് എനിക്ക് നേടാൻ പറ്റുമോ എന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നില്ല. മേ ബി ഉണ്ടാവുമായിരിക്കാം, എന്തെങ്കിലും പാസീവ് ഇൻകം വരികയാണെന്ന സമയത്ത് നമുക്കത് പറ്റുമായിരിക്കും. പക്ഷെ അന്നൊരു വഴിയും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞാനത് വിശ്വസിച്ചു, ബ്ലൈൻഡ് ആയിട്ട് ബിലീവ് ചെയ്തു ഞാനത്. പക്ഷെ ആ ഒരു ലൈഫിലാണ് ഞാനിപ്പോ എത്തി നിൽക്കുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പോ ഇങ്ങനെ ഓരോ സാഹചര്യങ്ങൾ നിങ്ങൾക്ക് വരണമെങ്കിൽ ഇങ്ങനൊരു വീഴ്ച നിങ്ങൾക്ക് കിട്ടണം. ഓക്കെ, ലൈഫ് രാവിലെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. രാവിലെ എണീറ്റ് നല്ല രീതിയിൽ ലൈഫ് പോവുകയാണ്. നിങ്ങൾക്ക്
എപ്പോഴും വയറു നിറയെ ഭക്ഷണം കിട്ടുന്നു, നന്നായി കിടന്നുറങ്ങാം, ഇതൊക്കെ തന്നെ നമ്മൾ ആഗ്രഹിക്കുന്നത്. സ്റ്റിൽ പക്ഷെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ്, തല്ലുകൊണ്ട് പഠിക്കുന്ന കുട്ടികളും സ്പൂൺ ഫീഡിങ് ചെയ്ത് പഠിക്കുന്ന കുട്ടികളും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. തല്ലുകൊണ്ട് പഠിക്കുന്ന കുട്ടികൾ ഒരിക്കലും ആ കാര്യങ്ങൾ മറക്കില്ല. ഞാൻ അതുകൊണ്ട് തല്ലിനെ പ്രൊമോട്ട് ചെയ്യണോ എന്നുള്ള ടീച്ചർ അല്ല കേട്ടോ. ഞാൻ പറഞ്ഞത് തല്ല് എന്ന് പറഞ്ഞ വേദന അങ്ങനെ ഇത് ചെയ്യുന്നത് മാത്രമല്ല, അടിക്കുന്നത് മാത്രമല്ല, സാഹചര്യങ്ങൾ, ജീവിതങ്ങൾ നമ്മളെ തല്ലുന്നതും ഒരു ലേണിംഗ് ആണ്. അങ്ങനെ ഓരോ പഠനം നമ്മള് സാധാരണ പറയാറുണ്ട്, ഓരോ പാഠം കഴിയുമ്പോഴും നമുക്ക് പരീക്ഷ വരുന്നു സ്കൂളിൽ. പക്ഷെ ലൈഫിലാണെങ്കിലോ ഓരോ പരീക്ഷണം കഴിയുമ്പോഴും നമ്മൾ ഓരോ പാഠം പഠിക്കുന്നു എന്ന് പറഞ്ഞ പോലെ ഈ ഒരു പാഠം നിങ്ങൾ പഠിക്കണം. എന്നിരുന്നാലേ നിങ്ങളുടെ ലൈഫിൽ ചേഞ്ച് വരുള്ളൂ. ആരാണ് അവരെന്നും അല്ലെങ്കിൽ എന്താണ് എന്റെ ജീവിത ലക്ഷ്യം എന്നൊക്കെ അറിയണമെങ്കിൽ ഇപ്പൊ നിങ്ങൾ ഈ കടന്നു പോകുന്ന സാഹചര്യങ്ങൾ നിങ്ങൾക്ക് വരണം. എങ്കിൽ മാത്രമേ നിങ്ങൾ ഇതൊക്കെ പഠിക്കുള്ളൂ. നിങ്ങൾക്ക് ജീവിതത്തിന്റെ സ്വീറ്റ്നെസ് ആസ്വദിക്കാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, അപ്പൊ അത് സമാധാനമായിട്ട് നിങ്ങൾക്ക് ഒരു നല്ലൊരു പവർ ഉണ്ട്. കിങ് ഓഫ് സോർട്സ് ആണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് അധികാരം നിങ്ങളുടെ കയ്യിൽ കിട്ടാൻ പോവുകയാണ്. നിങ്ങളുടെ കയ്യില് അധികാരം കിട്ടാൻ പോവുകയാണ്. അപ്പോ നിങ്ങൾ അത് പ്രയോഗിക്കണം. കയ്യിൽ വെറുതെ വാള് തന്നിട്ട് അത് വാളിന്റെ ഉറയിൽ തന്നെ വെച്ചിട്ടിരുന്ന അതിനൊരു പവർ ഉണ്ടാവില്ല. പക്ഷെ അത് പറഞ്ഞ് കണ്ണിക്കണ്ട ആൾക്കാരും വെട്ടിക്കൊല്ലണം എന്നല്ല പറഞ്ഞത്. സാഹചര്യങ്ങളോട് പടപൊരുതി നിങ്ങൾ മുന്നോട്ട് പോകണം. നിങ്ങളൊരു ഫിനിക്സ് പക്ഷിയാണെന്ന് നിങ്ങൾ ആലോചിക്കുക. അല്ലാണ്ട് അയ്യോ പൊത്തോ എനിക്കിതൊക്കെ വന്നല്ലോ, എന്റെ ജീവിതം അവസാനിപ്പിക്കാൻ അങ്ങനെ ഒരുപാട് ആളുകൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. മാം ജീവിതം അവസാനിപ്പിക്കാനായ എന്റെ ഒരു ഘട്ടത്തിലാണ് മാമിന്റെ വീഡിയോ കാണുന്നതും മാമിനെ കണക്ട് ചെയ്യുന്നതും റീഡിംഗ് എടുക്കുന്നതും പറഞ്ഞു തന്ന ഓരോ വാക്കുകളും ഞങ്ങളിപ്പോ ജീവിക്കാനിരിക്കുന്നതിന് ഏറ്റവും ഉള്ള കാര്യമാണ്. എനിക്കിന്ന് 2 ലെറ്റേഴ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അത് ഞാൻ ഇവിടെ ഇതിന്റെ കൂടെ അറ്റാച്ച് ചെയ്യാം. അതൊന്ന് നിങ്ങൾ പറ്റുമെങ്കിൽ ഒന്ന് വായിച്ചു നോക്കുക. എനിക്ക് വേറെ എന്തെങ്കിലുമൊക്കെ കിട്ടുന്നതിനേക്കാൾ നിങ്ങൾ ടാരോ റീഡിങ്ങിന് വരുമ്പോൾ എനിക്ക് പൈസ തരും, അതെന്റെ ജീവിത മാർഗമാണ്. പക്ഷെ അതിനേക്കാളും നിങ്ങൾക്ക് കിട്ടിയൊരു റിസൾട്ട് ഉണ്ടല്ലോ, ഞാൻ റീഡ് ചെയ്തിട്ട് ആ ഒരു ഗൈഡൻസിൽ കൂടെ പോയിട്ട് ലൈഫിൽ ചേഞ്ച് വന്നു എന്ന് പറഞ്ഞിട്ട് കിട്ടുന്ന ഒരു ഫീഡ്ബാക്ക് ഉണ്ടല്ലോ, അതാണ് നിങ്ങൾ തരുന്ന ദക്ഷിണേക്കാളും എനിക്ക് കൂടുതലായിട്ട് ഞാൻ ഹാപ്പി ആവുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ, ഇത്രയും സ്പ്രെഡ് വന്നത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇരുന്ന് കഥ പറഞ്ഞ് ക്ലാസ് എടുത്തു തരുന്നത്. ഓക്കെ, ഇതാണ് നിങ്ങളുടെ റീഡിങ്. ഇനി നിങ്ങളുടെ പേഴ്സന്റെ സൈഡ് പോവുകയാണെങ്കിൽ എന്താ പറയാ, ഞാൻ പറഞ്ഞല്ലോ, ആ ഒരു ആരുടെ കൂടെയാണോ ആ ഒരു വ്യക്തി പോയിരിക്കുന്നത് അവർ നല്ല ആർഭാടത്തിൽ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. പൈസ നന്നായി ചെലവഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് നിങ്ങളുടെ വ്യക്തി കൂടെ പോയ ഒരാൾ, കൂടെ കൂടിയിരിക്കുന്ന നിങ്ങളുടെ വ്യക്തിയുടെ കൂടെ കൂടിയിരിക്കുന്ന ആള്. അത് മെയിലോ ഫീമെയിലോ ആരായിക്കോട്ടെ. നല്ല സുഖ സൗകര്യം, വെറുതെ പണിയൊന്നും കൊടുക്കാതെ ജീവിതം ആസ്വദിക്കുക. അവരെ, അതായത് ഞാൻ ഇപ്പൊ പറഞ്ഞത്, ഇപ്പൊ കണക്റ്റഡ് ആയിട്ട് വരികയാണെങ്കിൽ നിങ്ങളുടെ വ്യക്തി നിങ്ങളിൽ നിന്ന് പൈസ, ഞാൻ മുമ്പത്തെ വീഡിയോസ് ഒക്കെ കണ്ടവർക്ക് ആ വീഡിയോസ് ഇതും കൂടെ കണക്ട് ചെയ്ത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഉത്തരം ക്ലിയർ ആവും. നിങ്ങളുമായിട്ട് നല്ല സ്നേഹത്തിലാവുന്നു, നിങ്ങളുടെ കൂടെ ഒന്നിച്ചു പോകുന്നു, നിങ്ങൾ അവർക്ക് എല്ലാം കൊടുക്കുന്നു, പൈസയും നിങ്ങളുടെ ജീവിതവും പ്രണയവും എല്ലാം കൊടുക്കുന്നു. ഒപ്പം അതിനോടൊപ്പം തന്നെ പൈസ ഒരുപാടും കൊടുക്കുന്നു. ആ പൈസയും കൊണ്ട് അവര് നേരെ മറ്റേ വ്യക്തിയുടെ അടുത്തേക്ക് വരുന്നു. എന്നിട്ട് ആ വ്യക്തിയാണെങ്കിൽ ഒരു പണിയും തരവില്ല, അല്ലെങ്കിൽ ആരെങ്കിലും കൊണ്ടുവരുന്നതിന് ആരെങ്കിലും പറ്റിച്ച് ജീവിക്കുക എന്ന് പറയുന്ന ആൾക്കാരായിരിക്കും. ക്ലിയർ? അപ്പോ ആ പൈസ നിങ്ങളിൽ നിന്ന്, നിങ്ങളെ പറ്റിച്ച പൈസ അവർക്ക് കൊണ്ടു കൊടുത്ത് അവര് ജീവിതം അടിച്ചു പൊളിക്കുന്നു എന്നുള്ളൊരു പ്രോസസ്സാണ് കുറച്ച് സമയം വരെ കടന്നു പോയിക്കൊണ്ടിരുന്നത്. എന്നിട്ട് അദ്ദേഹത്തിന് ഇടംവലം തിരിയാതെ അങ്ങട് ചാടട കുഞ്ചിരാമ ഇങ്ങട് ചാടട കുഞ്ചിരാമ എന്ന് പറഞ്ഞ പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായോ? എന്ന് പറഞ്ഞ് കുറഞ്ഞു കൽപ്പിക്കുക എന്നാണ് ആ വ്യക്തിയെ, നിങ്ങളുടെ പേഴ്സണെ ആ വ്യക്തി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോ ഉത്തരത്തിലിരിക്കുന്നത് പോവുകയും ചെയ്തു, കഷത്തിലിരിക്കുന്നത് ഇത് വിട്ടുകളയണ്ട എന്ന് പറഞ്ഞിട്ട് ആ ആള് കുഞ്ചിരാമനെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിക്കളിച്ചുകൊണ്ടിരിക്കുകയാണ്.
പക്ഷെ അവർക്ക് മടുത്തിട്ടുണ്ട്. ഈ ഒരു കാർഡ് കാണുന്നില്ലേ, ഈ ഒരു കാർഡ് എന്ന് പറഞ്ഞ വേണ്ടിയിരുന്നില്ലാന്നായി, കയ്യിൽ നിന്ന് പോയി, വലിച്ചെറിഞ്ഞു. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഡയമണ്ടിനെ കളഞ്ഞിട്ടാണ് അവർ നിൽക്കുന്നത് എന്ന് പറഞ്ഞല്ലോ. ഇപ്പൊ നിങ്ങൾ ഇന്നലെ പറഞ്ഞ പോലെ ആ ഒരു പിരിമുറുക്കം, സ്ട്രെസ്, എല്ലാ കാര്യങ്ങളും ഇപ്പൊ അവരും അനുഭവിക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് അത് കർമ്മയാണ്, അവരുടെ കർമ്മയാണ് ഇതൊക്കെ അവരനുഭവിക്കണം. നിങ്ങളുടെ പേഴ്സൺ ആയാലും ശരി, ഇപ്പൊ നിങ്ങൾക്ക് നല്ലൊരു കർമ്മ, നിങ്ങളുടെ കുറെയൊക്കെ കർമ്മ ക്ലിയർ ആയിട്ടുണ്ട്. പക്ഷെ നിങ്ങളുടെ പേഴ്സന്റെ കർമ്മ ഇപ്പൊ കത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതൊക്കെ അവരനുഭവിക്കണം. അങ്ങനെ എരിഞ്ഞിട്ടാണ് അവർക്കൊരു എന്ത് കിട്ടുക, ഒരു തിരിച്ചറിവ് കിട്ടുക. തിരിച്ചറിവ് കിട്ടുന്ന സമയത്ത് ഈ ഒരു സാഹചര്യം എല്ലാം അവസാനിപ്പിച്ച് അവർ നിങ്ങളിലേക്ക് തീർച്ചയായും വരും. കാരണം ഭാഗ്യചക്രം ആ സമയത്തായിരിക്കും നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരാൻ പോകുന്നത്. ഏഞ്ചൽസിന്റെ ബ്ലെസ്സിങ്സ് ഉണ്ടാവും, യൂണിവേഴ്സിന്റെ ബ്ലെസ്സിങ്സ് ഉണ്ടാവും, നിങ്ങളുടെ ഗുരുസിന്റെ ബ്ലെസ്സിങ്സ് ഉണ്ടാവും. ഇവരുടെയൊക്കെ ബ്ലെസ്സിങ്സ് നിങ്ങളുടെ കൂടെ ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് ആ ഒരു ഹാപ്പിനെസ് കിട്ടും. അപ്പോ ആ വ്യക്തി പഠിക്കും. നിങ്ങളെ പ്രീതിച്ച വ്യക്തി, ആ ഒരു വേർഡിന്റെ മീനിങ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ആര്? രണ്ടാൾക്കാരാണ് നിങ്ങളെ അങ്ങനെ ചെയ്തത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് നീതി കിട്ടാൻ പോകുന്നു. ഒരാൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു, മറ്റേയാള് അനുഭവിക്കാൻ പോകുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ട് ദയവേദന രാത്രി കിടക്കുമ്പോൾ ഉറക്കം വരാതിരിക്കരുത്. നമ്മൾ സുഖമായി കിടന്നുറങ്ങണം. ഉറങ്ങാനുള്ള ഒരുപാട് നാളായി ടീച്ചറെ ഉറങ്ങിയിട്ടേ എന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് വന്ന ആൾക്കാർ സുഖസുന്ദരമായിട്ട് ഇപ്പൊ ഉറങ്ങുന്നുണ്ട്. അതല്ലേ മെയിനായിട്ട് വേണ്ടത്. ഉറക്കം നഷ്ടപ്പെട്ടാൽ പോയില്ലേ ജീവിതത്തിലെ പല കാര്യങ്ങളും. അപ്പോൾ നന്നായിട്ട്, ഞാൻ പോലും ഉറക്കമില്ലാതിരുന്ന് നിലവിളിച്ച സാഹചര്യങ്ങള്, സന്ദർഭങ്ങള് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഞാൻ നന്നായിട്ട് ആസ്വദിച്ച് ഉറങ്ങുന്നുണ്ട്. 6 മണിക്കൂർ 7 മണിക്കൂറോളം എനിക്ക് ഉറങ്ങാൻ പറ്റുന്നുണ്ട്. അതെൻ്റെ ഈ പ്രൊസീജിയേഴ്സ് ഒക്കെ കഴിഞ്ഞിട്ട്, മെഡിറ്റേഷൻ ആയാലും വീഡിയോ എഡിറ്റിംഗ് ആയാലും എൻ്റെ ക്ലാസ് ആയാലും എല്ലാം കഴിഞ്ഞിട്ട് എനിക്ക് ആസ്വദിച്ച് ഉറങ്ങാൻ സാധിക്കുന്നുണ്ട്. പണ്ടിതൊന്നും ആയിരുന്നില്ല ഞാൻ. നിങ്ങൾക്കും അതൊക്കെ സാധിക്കട്ടെ. ഒരുപാട് പേര് ഇന്നത്തെ വീഡിയോയിൽ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഉറക്കമില്ലാതെ ഞങ്ങൾ ഇരിക്കുകയാണ്, കരയാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ നമ്മള് ഒരുപാട് മെഡിറ്റേഷൻസ് കൊടുക്കുന്നുണ്ട്, ഹീലിംഗ് കൊടുക്കുന്നുണ്ട്, പിന്നെ നല്ല ഗൈഡൻസ് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ആവശ്യമുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാം. ഇതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ കർമ്മം ഹീലാവുന്ന സമയത്ത് മാത്രമേ എൻ്റെ ക്ലാസ്സിൽ പോലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഞാനിവിടെ നിങ്ങൾ എൻ്റെ ക്ലാസ്സിൽ കയറൂ, നിങ്ങൾ എൻ്റെ ക്ലാസ്സിൽ കയറൂ പറഞ്ഞാൽ നിങ്ങൾക്ക് തോന്നണം എൻ്റെ ക്ലാസ്സിൽ കയറണം എന്ന്. നിങ്ങൾക്ക് നിങ്ങളുടെ കർമ്മ എൻ്റെ ആവാൻ പോകുമ്പോഴേ നിങ്ങൾക്ക് അത് തോന്നുള്ളൂ. അതാ പറഞ്ഞു പറഞ്ഞത്. ആ ഒരു സമയത്ത് ഞാൻ പക്ഷെ പറയേണ്ട കാര്യം ഞാൻ പറയാതെ എൻ്റെ ജോലിയാണ്. പക്ഷെ നിങ്ങൾക്ക് കണക്റ്റഡ് ആവാൻ പറ്റണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ കോഴ്സിൽ ജോയിൻ ചെയ്യുള്ളൂ, ബാക്കി കാര്യങ്ങളൊക്കെ എടുക്കുള്ളൂ. പേഴ്സണൽ റീഡിംഗ് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് നിങ്ങളുടെ കർമ്മ എൻ്റെ ആവാൻ പോകുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് അതൊക്കെ കിട്ടുള്ളൂ. എൻ്റെ ക്ലാസ്സിൽ എല്ലാവരോടും ഞാൻ പറയാറുണ്ട്, ദൈവം സെലക്ട് ചെയ്ത ആൾക്കാരാണ് നിങ്ങൾ. കാരണം ഇതൊന്നും അല്ലാതെ ഒരുപാട് വിഷമിക്കുന്ന എത്രയോ ആൾക്കാർ പുറത്തുണ്ട്. പക്ഷെ അവര് സെലക്ടഡ് പീപ്പിൾസ് ആണ്. യൂണിവേഴ്സ് സെലക്ട് ചെയ്ത പീപ്പിൾസ് ആണ് അവർ. അവരത്ര ഹാപ്പിനെസ്സോടുകൂടി കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്ക് പോലും വളരെ സന്തോഷിക്കുന്ന ആളുകളാണ് അവർ. അവരെന്നിട്ട് പറയാറുണ്ട്, ഇതിന് പോലും നിങ്ങൾക്ക് സന്തോഷിക്കാൻ പറ്റും എന്നൊരു അഡ്വക്കേറ്റ് മാം ഉണ്ട്. അവരെന്നോട് പറയും, ഈ ഒരു ചെറിയ കാര്യത്തിന് പോലും ഇത്രയും സന്തോഷിക്കാൻ പറ്റുന്നു ടീച്ചറുടെ ക്ലാസ്സിൽ വന്നപ്പോഴാണ് അറിയാൻ സാധിച്ചതെന്ന് പറഞ്ഞിട്ട് അവർ പറയുന്നുണ്ടായിരുന്നു. ഇത് വെറുതെ പറയല്ല, അങ്ങനെ ആൾക്കാരൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് അവരെയൊക്കെ പരിചയപ്പെടണമെങ്കിൽ നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാം. ഒരാൾക്കൊരു പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരും കൂടെ ഒന്നിച്ചിട്ടാണ് പ്രയർ ചെയ്യുക. അതൊക്കെ ഹീലിംഗ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ഇന്നലെ പറഞ്ഞു കൊടുത്തൊരു മെത്തേഡ്, അതായത് ഫെബ്രുവരിയിലേക്ക് വേണ്ട ഒരു ഗോൾ എഴുതാൻ പറഞ്ഞ്, പക്ഷെ അത് ഇന്നലെ പറഞ്ഞു, അത് ഇന്ന് തന്നെ അവർക്ക് അച്ചീവായി. അതിന്റെ ഡീറ്റെയിൽ കൂടെ ഞാൻ ഇവിടെ ഇടാം. ഓക്കെ, എല്ലാവർക്കും നല്ലത് വരട്ടെ. ശുഭദിനം. നിങ്ങൾ വിളിക്കുന്ന ഗോഡ് ആരാണോ അവര് നിങ്ങളെ ഗൈഡ് ചെയ്യട്ടെ. എല്ലാം സുഖപ്പെടട്ടെ. ടാരോ പഠിപ്പിക്കാൻ തുടങ്ങുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞു, വീണ്ടും പറയണു. ടാരോയിലേക്ക് വന്നപ്പോഴാണ് എൻ്റെ ലൈഫ് മാറിയത്. നിങ്ങളുടെ ലൈഫ് മാറണം എന്നുണ്ടെങ്കിൽ ടാരോ ദിസ് മണി എന്ന് ഞാൻ പറയും. താല്പര്യമുള്ളവര് ഈ കാണുന്ന കോണ്ടാക്ട് നമ്പറിൽ ബന്ധപ്പെടുക.
ക്രിസ്റ്റൽസ് ആണോ ഇനി വേണ്ടത് അതും കോണ്ടാക്ട് ചെയ്യുക. ALS അല്ലെങ്കിൽ പൂജാതി കാര്യങ്ങളോ എന്താണോ വേണ്ടത് അതിനും നമ്മളെ കോണ്ടാക്ട് ചെയ്യാം. സൊല്യൂഷൻ ഉണ്ട് ഇവിടെ. ഓക്കെ, നല്ലത് മാത്രം വരട്ടെ. ഹരേ കൃഷ്ണ.